ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ സന്തോഷത്തിന് എന്താണ് തടസ്സം, ഓക്കെ, അതുപോലെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തോന്നുന്നതായിരിക്കും. ഓക്കെ, ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കാരണം എന്താണ്? ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ദ വെയിറ്റിംഗ് ഗെയിം ആണ്. യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു തടസ്സത്തിന് യൂണിവേഴ്സ് ഗൈഡൻസ് എന്താണ്? നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് 3 ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. 7 ഓഫ് സോർഡ്സ്, 9 of swords, 2 of swords, page of pentacle. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 8 of cups ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ മെന്റൽ കോൺഫ്ലിക്റ്റ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. അതായത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ തന്നെ പല കാര്യങ്ങളും ചിന്തിച്ചു കൂട്ടുക. അതായത് ഇല്ലാത്തതായിക്കോട്ടെ ഉള്ളതായിക്കോട്ടെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടാത്തതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എന്തോ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, അത് ചെറിയൊരു സിറ്റുവേഷൻ ആയിരിക്കാം, അതായത് ചെറിയൊരു അവസ്ഥയായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനെ ആലോചിച്ച് വലിയൊരു സംഭവമാക്കി ഓവർ തിങ്ക് ചെയ്ത് ആ ഒരു ടൈം ഇങ്ങനെ ഓവർ തിങ്ക് മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് പ്ലാൻസ് ഉണ്ട്, നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്ലാനുകൾ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ജോലി ഇല്ലാതെയോ അല്ലെങ്കിൽ ഒന്നിനും അതായത് ഇപ്പൊ ജോലിക്കൊന്നും പോവാതിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് പ്ലാൻസ് വരുന്നുണ്ട്. ഇത് അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നില്ല. അതായത് ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു, അതിലേക്ക് ഇറങ്ങി തിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് അത് യൂണിവേഴ്സിന്റെ കയ്യൊപ്പാണ്. അതായത് യൂണിവേഴ്സ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ മേജർ കാർഡായിട്ടാണ് യൂണിവേഴ്സ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ തരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ലിസൺ ആണ്. കാരണം നിങ്ങളിപ്പം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അത് തുടങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇൻട്രസ്റ്റിൽ ചെയ്യുന്നു. പക്ഷെ 2 ദിവസം കഴിയുമ്പം അതിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തളർന്നു പോകുന്നു. ഇത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായാലും ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ആക്കി എടുക്കുക. ഓക്കെ, അപ്പം എന്താണെങ്കിലും നിങ്ങൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പ്ലാൻസ് മാത്രം വെച്ചിട്ട് അത് വർക്ക് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ എടുത്തു കൊണ്ടുവരുന്നില്ല. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ക്ഷമിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട് അതിലൊരു ക്ലാരിറ്റി വരുത്താം, ക്ലിയർ ആക്കാം പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങൾ അത് ചെയ്യത്തില്ല, അതിങ്ങനെ നീണ്ടു പോകും.
ഇപ്പൊ ഒരു കരിയറിന്റെ ഭാഗമാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യാനായിരിക്കാം. നിങ്ങൾ അതിവിടെ ചെയ്യത്തില്ല. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഇങ്ങനെ പ്ലാൻ ഇടും, അങ്ങനെ ചെയ്യാന്നൊക്കെ നിങ്ങൾ ആലോചിക്കും, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. മൂവ്മെന്റ്, ചോയ്സ്, ഡിസിഷൻ എന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ അതാണ് ഇതിന്റെ ഇപ്പൊ ഒരു ഓവറോൾ മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്, ഐഡിയാസുകൾ വരുന്നുണ്ട്, പക്ഷെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വന്നതുകൊണ്ടായിരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുത്തുന്നത് പോലും ഈ യൂണിവേഴ്സ് ആണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസിലേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ജോലിയാണെങ്കിലും ഒരു പേഴ്സണെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിരിക്കണം. നിങ്ങൾ അതിനോട് ചേരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു പ്രാപ്തി വന്നിട്ടുണ്ടാകണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ഇതിൽ പലരുടെ എനർജിയിൽ നിങ്ങൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കാം. നിങ്ങൾക്ക് എന്തൊരു കാര്യം വരുമ്പോഴും നിങ്ങൾ ഒരു ചോയ്സ് അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനമില്ല. എന്ത് വരുമ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്താണ് ചോദിക്കാൻ പോകുക. അതായത് ഞാൻ ഇന്നത് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് പ്ലാൻ ഉണ്ട്, ഇതിൽ ഏതാണ് ബെറ്റർ, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ ലൈഫ് പേർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ നിങ്ങൾക്കത് പ്രാപ്തിയാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അത് തരുമ്പോൾ നിങ്ങൾ അത്രയും വലുതായിട്ടുണ്ടോ. ഇപ്പം നിങ്ങൾ എത്ര ഏജ് ഉള്ളവരായിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി വേണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു പേർപ്പസ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് നിങ്ങൾ 2 ദിവസം കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. സോ ഡിവൈൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചുകൾ വരുത്തുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്, ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്നത്, നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, നിങ്ങൾക്കുള്ള തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. അല്ലാതെ വേറൊരാളുടെ അഭിപ്രായം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കുന്ന ഒരാൾ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരാളെടുത്ത് ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്തു, ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ വരുവാണെങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഇത് തെറ്റാണോ, ഇത് ശരിയാണോ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ അറിയുക, മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കുക. അതിൽ നിന്നും നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യം എന്താണോ അത് മാത്രം നിങ്ങൾ ഉൾക്കൊള്ളുക, അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുക. ഒരിക്കലും മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. നാളെ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നിയേക്കാം. ഓക്കെ, അത് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ എനർജി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്, വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടുന്ന ആളുകളാണ്, ഡേ ഡ്രീം കാണുന്നുണ്ട്, അതായത് സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിലേക്കുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ വെക്കുന്നില്ല. നിങ്ങൾ മേ ബി റിലേഷൻഷിപ്പ് കേസ് നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. മനസ്സിലാക്കുക, നിങ്ങൾ എപ്പം തീരുമാനം എടുത്ത് അതിൽ നിന്നൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ്സുകൾ വന്നു തുടങ്ങുന്നത്. നിങ്ങൾക്ക് സക്സസിന്റെ പടികൾ ചവിട്ടാൻ കഴിയുന്നത് അപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ എനർജി ആൻഡ് നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ കൈകളിലാണുള്ളത്. പക്ഷേ ഈ ഡിപ്രഷനായിട്ട് ഇരിക്കുന്നതും ഈ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നതും കൊണ്ട് എന്താണ് പ്രയോജനം? അല്ലെങ്കിൽ നിങ്ങൾ കരുതും ദൈവമായിട്ട്, ഇപ്പൊ നിങ്ങൾ ഇവിടെ യൂണിവേഴ്സിന്റെ കാർഡ് വന്നതുകൊണ്ടും പേജ് ഓഫ് പെൻഡക്കിൾ വന്നതുകൊണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ഡിവൈൻലി ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, അതായത് നിങ്ങളെ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കാണ്. നിങ്ങൾ തെറ്റായൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ പോലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉള്ളിൽ വരും. ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളെ കാണിക്കുക, 2222 കാണിക്കുക, അല്ലെങ്കിൽ 333 കാണിക്കുക, 1111 കാണിക്കുക. അങ്ങനെ ഐ തിങ്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ 2222 ഒക്കെ കാണുന്നുണ്ടാകാം. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഇങ്ങനെ എന്താ പറയാ മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവർക്ക് നേരിട്ട് വന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സോ ഇങ്ങനെയുള്ള മറ്റാളുകൾ നിങ്ങൾ അഡ്വൈസ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് നല്ലതാണ് ലൈഫിലേക്കെങ്കിൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് അതിനുള്ള ക്ലൂസ് യൂണിവേഴ്സ് തരുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്കൊരു ചിന്തയുണ്ടായിരിക്കാം, ഞാൻ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ദൈവം എനിക്കെല്ലാം തരും. അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. ഓക്കെ, അതിന്റെ ബാക്കിയാണ് ദൈവം ചെയ്യുക. പക്ഷെ നിങ്ങൾ ചെയ്യാതെ ആക്ഷൻ എടുക്കാതെ ഒന്നും തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരത്തില്ല. നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ നീക്കി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒന്നും ചെയ്യാതെ അതായത് നിങ്ങളിപ്പം വർക്കിന് പോകുന്ന ഒരാളാണെങ്കിൽ വർക്കിന് പോകുന്നുണ്ട്, തിരിച്ചു വരുന്നു, ഒരു ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഭാരത്തെ ഇറക്കി വെക്കാനോ ഒരു പുതിയൊരു കാര്യത്തിലേക്ക് എടുത്തു ചവിട്ടാനോ ഒന്നും നിങ്ങൾ തയ്യാറാവുന്നില്ല. ഓക്കെ, ആ എനർജി നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് സക്സസ് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് പേർപ്പസിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ടെമ്പററി ജോബൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്, ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ഏതാണ് ബെറ്റർ എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതാണ്. ചിന്തിച്ച് മാത്രം ഇരിക്കാതിരിക്കുക. അതുപോലെ ഡേ ഡ്രീം മാത്രം കണ്ട് ഇരിക്കാതിരിക്കുക. തീരുമാനങ്ങൾ എടുക്കൂ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത് അപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയാസുകൾ വെച്ചിട്ട് നിങ്ങൾ ലൈഫിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. തോൽവിയും ജയവും എല്ലാം സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ തലവിധി, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ എനിക്ക് മാത്രം ദൈവം ഇങ്ങനെ കഷ്ടപ്പാടും, ഒരിക്കലും അങ്ങനെയില്ല. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള, ഇറ്റ്സ് ഓക്കെ പറയാനുള്ള ഒരു പ്രാപ്തി എത്തുമ്പം നമുക്ക് എല്ലാം തരും യൂണിവേഴ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഡേ ഡ്രീം കണ്ടിരിക്കാതിരിക്കുക. ഓവർ തിങ്ക് ചെയ്ത് വെറുതെ ചിന്തിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് അതുപോലെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇമോഷണൽ ആയാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എടുക്കുന്നതിനാണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കുന്നതിലാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ മാത്രം എടുക്കുക. നിങ്ങൾക്ക് കേൾക്കാം, മറ്റുള്ളവരോട് ചോദിക്കാം, പക്ഷെ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ബ്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷങ്ങളുടെ കാരണം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ മനസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ലെറ്റ് ഗോ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ട് പോവുക, ചേഞ്ച് വരുത്തുക. ഓക്കെ, ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.